നമ്മുടെ തണുപ്പ് സമയത്ത് മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ പളാത്ക ടെൻ്റാണ്. ഇതാണ് നമ്മുടെ ലേക്ക്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ ചിബാക്കും ഓക്കും എന്ന് പറഞ്ഞ മീനിന് വേണ്ടി വന്നേക്കുന്നത്. ചന്ദ്രനെ കണ്ടോ? നേരം സമയം ഇപ്പം രാവിലെ 8 മണിയായി. വെട്ടം വീഴണമെങ്കിൽ 9 മണി 9:30 ആവണം. അവിടെയൊക്കെ ഉണ്ട്. ഇതിനപ്പുറത്തോട്ട് പോകുന്ന ആ സൈഡിൽ റിപ്പൂസ് എന്ന് പറയുന്ന മീനെ പിടിക്കുന്ന ആൾക്കാരിരിക്കുന്നത് അതൊക്കെ ഉണ്ട്. അവിടെ ചെറിയ വട്ടം കണ്ട് അത് കുറേ ഒരു 3 കിലോമീറ്റർ പോകണം അങ്ങോട്ട് നടന്നു. അതൊക്കെ ആൾക്കാർ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ മിഹായിൽ സംഭവമെല്ലാം സെറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇതിനകത്തിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കൊത്തൊന്നും ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിരിക്കാം. ഇന്നിപ്പോൾ കുഴപ്പമില്ല, ക്ലൈമറ്റ് -4 ഉള്ളൂ. നമ്മളിനി മീൻ പിടിക്കാനായിട്ടുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഈ അഴിക്കുന്നതാണ്. ഈ സംഭവമാണ് നമ്മുടെ ബ്രെഡാണ്, ഉണക്ക ബ്രെഡ്. ഈ സാധനമാണ് നമ്മൾ വെള്ളത്തിനടിയിൽ ഇവർക്ക് തീറ്റയായിട്ട് വിട്ടു കൊടുക്കുന്നത്. ഇത് മുർമൂഷ് എന്ന് പറയുന്ന ഒരു തരം ഒരു ജീവിയാണ്. അതിങ്ങനെ വെള്ളത്തിനകത്ത് കിടന്ന് ഓടി കളിച്ചോളും. അതുകൂടെ ആക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം കിട്ടുന്നത്. നാച്ചുറൽ പക്ഷേ ബോംബിറോ വാച്ച് ഇനി ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇറക്കി വിടും. എത്ര മീറ്റർ നീളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സാധനം പോകുന്നുണ്ടോ? Сколько глубоко уже? 5 метров или 3? 5, да? 5 മീറ്റർ താഴ്ചയുണ്ട്. ഇത് താഴെത്തി. ഇനി താഴെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കണം. ഒരു നിലത്തുനിന്ന് ഒരു 2 കറക്ക്. എന്നിട്ട് നമ്മളൊരു പൊക്ക് പൊക്കിയാൽ മതി. അടിയിൽ നിന്ന് തുറന്നോളൂ. ഇനി ആ നമ്മൾ നെറ്റി തീറ്റയല്ലേ അതെല്ലാം മണ്ണിനകത്ത് വെള്ളത്തിനടിയിൽ നിരന്നിട്ടുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് മീൻ വരും. Хорошо. Ладно. ഉണ്ട് സംഭവത്തി. നമുക്കിതൊക്കെ മാറ്റി. എന്നിട്ട് ഇതിൽ കുറച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിടാം. അതിങ്ങനെ ഓടി കളിച്ചോളൂ. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കൊത്തുണ്ടാവും, ഇല്ലെങ്കിൽ ലേറ്റ് ആവും. പിന്നെ മീൻ പിടുത്തമാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് മീൻ കിട്ടാം, ചിലപ്പോൾ കിട്ടത്തില്ല. ഞാൻ ഈ പ്രാവശ്യം തൊട്ട് 2 കൊളുത്തുള്ള ചൂണ്ടയിടുന്നത്. ഒരെണ്ണം നമ്മുടെ സാധാ കൊളുത്ത്, ഒരെണ്ണം തണുപ്പ് കാലത്തിടുന്ന ചൂണ്ടക്കൊളുത്ത്. ഇത് നമ്മുടെ മണ്ണിരയുടെ വേറൊരു സാധനം, മത്തിലി എന്ന് പറയും. ഈ ഒരു സാധനത്തിന് അവിടെ ചുമന്ന് തുടുത്തിരിക്കുന്ന സാധനമാണ്. വിരയുടെ ഇത് തന്നെയാണ്, വേറൊരു ടൈപ്പ്. ഇപ്പം видеосъемку. YouTube. Накормил, все, лунки уже сейчас начнет таскать. У него все конкретно здесь. Видео, не шмидео. Упаковался конкретно. Конкретно упаковался. И мы тоже накормили с Серегой. Сейчас будем рыбалить. Ну что, Джупитер? Да. Как дела у тебя? Все хорошо. Видео идет? Отлично. Да. Вот так. Угу. Я тебя тоже заснял. Да, хорошо. Ну прикольно же, да? Конечно. അടുത്തതിൽ നമുക്ക് മുറുമൂഷ് കൊടുക്കാം. ഇപ്പം നമ്മുടെ വേറൊരു ഫ്രണ്ട് വരും, സിരിയോഗി എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി വന്നതാണ്. അപ്പോൾ ഇതിനോടെ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കാണുന്നു. ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി പോരും. പുള്ളിയുണ്ട്, പുള്ളിയുടെ ഒരു പട്ടിയുണ്ട്, തൈസൺ. നല്ല കിടുക്കനൊരു പട്ടിയുണ്ട്. പണ്ട് ബോളൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആശാൻ പോയി
കടിച്ചിട്ട് എടുത്ത് കൊടുത്തിട്ട് കമ്പാണേലും. ടൈസൺ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കണം. മുകളിലോട്ട് ഇങ്ങനെ പോകും. മീൻ വന്ന് കുത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പൊങ്ങ്. ഈ സാധനം അനങ്ങും താഴോട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്കറിയാം കൊത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പിടിച്ചൊറ്റ പൊക്ക് പൊക്കിയിട്ടില്ല ഈ സാധനം പുറത്തേക്ക് എടുത്ത്. Я пошел, уже стоит. ладно, хорошо, я пока буду здесь. Давай там рыбу созывай. എന്താ ладно. മിഖായൽ അവിടെ ആണെങ്കിൽ നമ്മുടെ തടച്ചുകൊണ്ട് വെക്കാൻ വേണ്ടി സംഭവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുണ്ട് ഈ ഫ്ലാഗ് പോലെ. ഇതാണ് സംഭവം. ഇങ്ങനെ ഓരോ കുഴിയെടുക്കും. ലൂൺക എന്ന് പറയും റഷ്യയിൽ. എന്നിട്ട് ഇതിനകത്ത് മീനെ കൊളുത്തിയിട്ടിടും. ഷൂക്ക എന്ന് പറഞ്ഞ മീനുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ കാണിച്ചിട്ടുള്ള ആ മീനെ കൊളുത്തിയിടും. ഭാഗ്യമുണ്ട് സാധനം അടിക്കും. ഞാൻ മെല്ലെ നൈസായിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുവാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. -4 ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ഗ്യാസ് കൂടെ നല്ല തണുപ്പാണ്. ഗ്യാസും ഇല്ല. അങ്ങനെയാണ് തണുത്ത് പണ്ടാറടങ്ങിയേ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നിപ്പം വലിയ ഇതില്ല. എന്ത് രസമാണെന്ന് നോക്കിയാൽ കുറേ ചന്ദ്രനോ സൂര്യനോ. കഴിഞ്ഞ കൊല്ലമെല്ലാം ഞങ്ങളിവിടെ നല്ല വൻ മീൻപിടുത്തമായിരുന്നു. ഈ കൊല്ലവും എന്തായാലും നല്ല രീതിയിൽ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല. അതിനടുത്ത് ആണ്ടോ നമ്മുടെ ഇത് ഒരു ഐലൻഡാണ്. ഇതിങ്ങനെ അതിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ മാറിയിട്ട് വലിയ വെള്ളക്കുറവ്. പക്ഷെ അവിടെ മീനടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ഇത് ഇന്നലെ വെച്ചാണ് ഈ 5 ഫ്ലാഗ്. പക്ഷെ ഇത് അടിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന് നോക്കിയായിരുന്നു. വേറെ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാർ കമ്പനിക്കാരുണ്ട് നമ്മളിവിടെ. ഫ്രണ്ട്സാണ് കേട്ടോ. സിരിയോഗ, ലോഹ, മിഖായൽ. ഇത് നേരത്തെ ടൈസൺ. ടൈസൺ ഭയങ്കര മിടുക്കനായ പട്ടിയാണ്. ടൈസൺ അവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. ഇതൊരു പുള്ളി പോവാണ്. ലോഹ റിപ്പൂസിന് മീൻ പിടിക്കാൻ വന്നു. റിപ്പൂസ് പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. റിപ്പൂസിന് മീൻ പിടിക്കാനും റിപ്പൂസ് പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. റിപ്പൂസ് എന്ന് പറഞ്ഞാൽ അതങ്ങ് അവിടെ പോകണം. ഇങ്ങനെ നടന്നങ്ങ് പോകണം. ഒരു 3 കിലോമീറ്റർ നടക്കണം. ഇത് നമ്മുടെ പളാത്ക എന്ന് വെച്ചാൽ ടെൻ്റ് എന്നാണ്. നമ്മുടെ ടെൻറ്റ്. ഈ സൈഡ് അത്യാവശ്യം നല്ല വെട്ടമായിട്ടുണ്ട്. ആ സൈഡിൽ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇരുട്ട് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മീൻപിടുത്തമാണ്. കിട്ടും കിട്ടാതിരിക്കാം. ബാഗ് വെച്ചിട്ടൊരു ഷൂക്ക അടിച്ചിട്ടുണ്ട്. ഇതേണ്ട അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 19 ഗ്രാമിനടുത്ത് ഷൂക്ക. നമ്മുടെ ഫ്ലാഗ് വെച്ചിട്ട് അടിച്ചതാണ്. കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ നല്ല വെളുത്തെളിച്ച് പോയി. ഇതുവരെയായിട്ടൊന്നും അടിച്ചു തുടങ്ങിയിട്ടില്ല. ഇതുകൊണ്ട് ഇതെല്ലാം ഫ്ലാഗ് വെച്ചേക്കുന്നുണ്ടായിരിക്കുന്നുണ്ട് അതുപോലെ. ഞാൻ നിരത്തി അങ്ങോട്ടേക്കും അവിടെയൊക്കെ ആയിട്ട്. നോർമലിനെ എന്താ എമ്മാരി കിടുവല്ലേ സൂര്യനെ കാണാൻ വേണ്ടി. ഒരു രക്ഷയില്ല. ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം 10 മണിയായി. വേറെ ആൾക്കാർ പോകുന്നുണ്ട്. മിഖായലിവിടെയാണ് മറ്റേ ഇത് മീനെ കൊളുത്തിയിടും. നമ്മുടെ തടച്ചുകൊണ്ടൊക്കെയുള്ള. അങ്ങനെ ഇവിടുന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് അവർക്ക് ആകെപ്പാടെ ഒരു ഓക്കുണ കിട്ടിയുള്ളതെന്നാണ് പറഞ്ഞാൽ നിൽക്കുന്നവർക്ക്. ഇത് വലിയ ഓസറയാണ് കേട്ടോ. വലിയ ലേക്കാണ് കേട്ടോ. വാ
ഒരു രക്ഷയില്ല. എന്നെയെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മീൻപിടുത്തമാണ്. കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നും പ്രവചിച്ചിട്ട് വരാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ നൈസ് മൂഡാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒരു 2 എണ്ണമൊക്കെ അടിച്ച് 2 വോഡ്കയൊക്കെ അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സിരിയോഗ ഒരു വോഡ്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിന് 2 പെഗ് അടിച്ച് എന്നിട്ട് നൈസായിട്ട് ചില്ലായിട്ട് നിൽക്കുവാണ്. അല്ലെങ്കിൽ തണുപ്പത്തൊന്നും പിടിച്ചിറങ്ങിക്കാൻ പറ്റില്ലെന്നേ, ഒരു രക്ഷയില്ല തണുപ്പ്. പിന്നെ ചായ ഉണ്ട്, ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫ്ലാസ്കിനകത്താക്കിയിട്ട് കൊണ്ടുവരും. ഒരു 2 ലിറ്ററിൻ്റെ ഇതുണ്ട്, നമ്മുടെ ഫ്ലാസ്ക് ഉണ്ട്, അതിനകത്ത് സാധനം കൊണ്ടുവന്ന് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി തണുപ്പാകുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ പളാത്ക അതിനകത്ത് കയറിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ പുറത്തൂടെ ഒരു 3 കുഴി എടുക്കുന്നുണ്ട്. എന്നിട്ട് ലൂൺക 3 കുഴിയോട് എടുത്തിട്ട് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Ну-ка, иди встречай давай. Где Костя? Костя где? Где Костя? തൈസന കമ്പനി എടുത്ത് എറിയുമ്പോഴത്തേക്കിനെ എടുത്തിട്ട് വരും. ഞാൻ ചിലപ്പോൾ എടുത്തിട്ട് വരും, ഞാൻ എറിഞ്ഞ ചിലപ്പോൾ എടുക്കത്തുള്ളൂ. സിരിയോഗ എറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സാധനം വന്ന് എടുത്തിട്ട് വരും ആശാൻ. ഇത് നമ്മുടെ വേറെ ഫിഷിംഗ് ഫ്രണ്ടാണ്. എറിഞ്ഞു Че, все, Тарас пошел, да? എടുത്തിട്ട് വരുന്നുണ്ട്. ദൈ തൈസൻ, ദൈ തൈസൻ, ദൈച്ച് മീനെ പഷാലുസ്ത. സിരിയോഗ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. Спокойненько, ну, блин, плавно ты, блядь. Лунку принесла. Трясем, потом пошли, блядь. Домой смотки. തരത്തില്ല. ഇവിടെ കിടമുണ്ട്. Потом все выпили, я пошел. ഒരു സൈഡിൽ സൂര്യൻ ഉദിച്ചു വരുന്നു, Рядом дискотеку можно устраивать. ഈ സൈഡിൽ ചന്ദ്രൻ. എൻ്റെ ബുദ്ധി കണ്ടോണേ, ഞാനിപ്പോൾ കമ്പ് എടുക്കാൻ പോകുമ്പോഴത്തേനും അവനകത്ത് കടിച്ചു പിടിക്കും. Да не, поменьше. Ну, умеешь, вот такая стала. Не, ну и если ты нахуй пошел, допустим, помолаживать с утра, сразу бери сюда на лунку, да, прохуячил, и вот так вот надо. Тогда нормально будет, и не будет такая игра. അതെ, അന്യായ Ты കളിയാ. уже будешь, знаешь, വേണ്ട, ഇവിടെ വന്ന് കിടപ്പുണ്ട്. фотка будет, и, блядь, даже നിങ്ങൾ ഈ തവി പോലത്തെ സാധനം കണ്ടോ? ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് കുഴിക്കത്തില്ലേ, കുഴിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തായാലും മഞ്ഞാണ്, അത് കോരി കളയാൻ വേണ്ടിയിട്ടുള്ള തവിയാണത്. ഈ സാധനം വെച്ചിട്ടാണ് അതിനകം ക്ലിയർ ചെയ്യുന്നത്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം ഒരു 4 കുഴി ഞങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. 4 അല്ല, അപ്പുറത്തും വേറെ എടുത്തിട്ടുണ്ട്. ആ ഭാഗത്തും മിഖായിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പുറത്തൊരു 4 എണ്ണം ഞാൻ ക്ലീൻ ചെയ്തിട്ട് മാറിയതേ ഉള്ളൂ. എന്തായാലും നോക്കട്ടെ. അകത്തിരുന്നിട്ട് കൊത്ത് നമ്മൾ കുറേ തീറ്റി കൊടുത്ത് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ കൊടുക്കുന്ന തീറ്റയെല്ലാം ഇട്ടിട്ട് നോക്കാം എന്നാ അവസ്ഥ എന്നുള്ള കാര്യം. ഒരു ഷൂക്കേനെ കിട്ടി, അത് തന്നെ വലിയ കാര്യം. ബാക്കി നോക്കാം. Джуби, ну-ка давай петушка давай возьми, за жабры его козла, блядь. ഒരു ഓക്കൺ അടിച്ചിട്ടുണ്ട്. എനിക്ക് സിരിയോഗിക്ക് ഒന്നും അടിച്ചിട്ടില്ല, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. Пошел. Смотри, что-то задергался. Вроде നോക്കാം, посмотрим. поплывочек. നമുക്ക് നോക്കാം അടുത്ത് അടിക്കുന്നുണ്ടോ. Задел его, Никол, 5. ഇതുവരെയായിട്ട് മീനൊന്നും അടിച്ചിട്ടില്ല. മിഖായലിന് ഒരെണ്ണത്തെ കിട്ടി. നമ്മുടെ ഓക്കുൺ എന്ന് പറയുന്ന ഒരു മീനുണ്ട്, അതിനെ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഫ്ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, റൂസ്ലാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ മോനും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ വന്നിപ്പുണ്ട്. ചുമ്മാ അവരുടെ അടുത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വെച്ചുകൊണ്ട്. എന്തായാലും മീനടിച്ചില്ല, ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ. ഞാൻ പറഞ്ഞില്ല, മീൻപിടുത്തം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അതാണ് അവസ്ഥ. നോക്കട്ടെ എന്തായാലും ഇനി ഒരു മണിക്കൂറൂടെ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകത്തുള്ളൂ. സമയമുണ്ട്. റൂസ്ലാൻ്റെയും അവൻ്റെ വൈഫിൻ്റെ കുഞ്ഞിൻ്റെയും കൂടുതൽ പട്ടി കിടന്ന് കളിക്കുന്നതാണ്. ഇതുണ്ട്, താർസൻ്റെ അന്യായ പ്രകടനമാണ്. റൂസ്ലാൻ നോക്കിയിട്ടുണ്ട്. Давление ебет, блядь. Я вот перед тем, как вот ты приехать, я же тебе рассказывал, по воде, блядь, килограмм 6 наверное. Давай. Сколько такой, блядь, вот, то есть, Давление, блядь.
അച്ഛൻ്റെ വീട്ടിൽ കളിക്കുന്ന കുഞ്ഞ്. Ну, я холод взял с собой, надо пройти. Я сейчас буду смотреть. ഇത് നമ്മുടെ കിത്തായിസ്കി എന്ന് പറയുന്ന ചൈനക്കാരുടെ സാധനമാണ് കേട്ടോ. ഇതൊന്നുമില്ല. എൻ്റെ ബോറിൻ്റെയും ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ ഈ സാധനം, ഈ ഒരു സംഭവം രണ്ടാണ്. പുള്ളിയുടെയും ഇലക്ട്രിക്കൽ സാധനം വെച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ കുറേ ക്ലച്ചോ മറ്റേ നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ളത് അതെല്ലാം ആയിട്ടാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അടിപൊളി സാധനമാണ്. അടിച്ചു കഴിഞ്ഞാൽ അപ്പം Двоики покажем, как манишник. സൈലൻ്ററെ സാധനം ഒറ്റ അടി വെച്ച് കഴിഞ്ഞാൽ 25 മീറ്റർ ഉണ്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞ സാധനം. അമ്മാതിരി സാധനമാണ്. Так-то пули не бурите. 25 метров. Только держи ее. Все, я заблокировал. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് മീനൊന്നും അടിച്ചില്ല. ടൈസനാകുമ്പോൾ മറ്റേ കുഞ്ഞു മോൻ്റെ കൂട്ടത്തിൽ തന്നെ കളിയായിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ടാണ് റൂസ്ലാൻ്റെ വൈഫും മോനെയും കൂട്ടിയിട്ട് അവർ വന്നതാണ്. വളരെ അടിപൊളി ക്ലൈമറ്റ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒറ്റ ഒരു ഫ്ലാഗ് പോലും അടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അടിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്, നോക്കാം. ഇതുവരെയായിട്ടൊന്നും അടിച്ചിട്ടില്ല. നല്ല നമ്മുടെ ടെൻറ്റിനകത്തോട്ട് കയറാം. ടൈസൺ ഇത് സുധാ സഹജി ടൈസനകത്ത് സിരിയോഗൻ്റെ പെങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കാം. എൻ്റെ പൊന്നു മോനെ ഒടുക്കത്തിതാണ് കേട്ടോ. അവർ വൻ സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇതുണ്ടോ, ഫുൾ സെറ്റായിട്ടാണ് അവർ വന്നേക്കുന്നത്. ഞങ്ങളും ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. ഫുള്ള് സിരിയോഗൻ്റെ പെങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയത്തില്ല. അവർ തൈക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് മീൻ പിടിച്ചിട്ട് വന്നത്. തൈകയിലൊന്നും കിട്ടിയില്ല. ഒരു നമ്മൾ തിരിച്ചമ്മടുത്തിട്ട് വന്നേക്കുന്നതാണ് അവസ്ഥ. അപ്പോൾ അവിടത്തോണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കൊരു ഷൂക്കെ അടിച്ചിട്ടാണ് തോന്നുന്നത്. നോക്കട്ടെ, ഫ്ലാഗ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. Это он вчера поставил. Есть, да? Трава. Трава? പച്ചരയാണ്. Затащила его в траву. Так, что живой? മീൻ ജീവിച്ചിരിപ്പുണ്ട്. അടിച്ചത് ഇതായിപ്പോയി. കുഴപ്പമില്ല, അടുത്തേൽ ഉടയ്ക്കാം. അങ്ങനെ നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓ, ഒരു ചിബാക്ക്. വളരെ എത്ര സമയം എടുത്തിട്ടാന്നുള്ള കാര്യം ഒരെണ്ണം അടിച്ചെന്നുള്ള കാര്യം. അങ്ങനെ നമുക്കൊരു കിടുക്കൻ ചിബാക്ക് അടിച്ചിട്ടുണ്ട്. ഇവനാണ് ചിബാക്ക്. എങ്ങനെയുണ്ട്? അത് പൊളിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കൊരു ചിബാക്ക് കിട്ടി. പിന്നെ നമ്മുടെ മിഖായലിന്, എൻ്റെ കൂടത്തിരുന്ന മിഖായലുണ്ടല്ലോ, മിഖായൽ നമ്മുടെ തടച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മിഖായലിനൊരു ഷൂക്കേനെ കിട്ടി. ഞാൻ അത് കാണിച്ചായിരുന്നല്ലോ. അതൊരു 800 ഗ്രാം അത്രയൊക്കെ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ഓക്കുണ്ണയും കിട്ടി പുള്ളിക്കാരന്. പിന്നെ ഒരു ചിബാക്കിനെ കിട്ടി. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ എന്താ പറയുക, ദവലേനിയ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക പ്രഷർ, അതിനിത് കാരണം മീൻ കുറവാണ്. മീൻപിടുത്തമല്ലൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ വന്നിടുമ്പോഴത്തേന് ചില സമയത്ത് നല്ല മീനുണ്ടാവാം, ചില സമയത്ത് മീൻ നമുക്കൊന്നും കിട്ടുകയില്ല, വെറുതെ പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. പക്ഷേ
ഇതൊക്കെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നുള്ളൂ. അവധിയുള്ള സമയത്ത് ഇതുപോലെ വരുന്നു, മീൻ പിടിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അടിപൊളിയായിട്ട് നിൽക്കുന്നു എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വിസേൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ. വലിയ വീഡിയോ ഒന്നും അല്ല, നമ്മൾ വലിയ സംഭവം ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെനിക്ക് ഈ ഐസ് ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി മുന്നോട്ടേക്കും കുറച്ച് വീഡിയോസ് കാര്യങ്ങളിലൂടെ തന്നെ ഞാൻ കുറച്ചുകൂടി ഈ ഐസ് ഫിഷിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇനി മറ്റുള്ളവർ എന്നോട് ഇവിടെ വർഷങ്ങളായിട്ട് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരാണ്. സിരോഗി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മിഖായൽ ആയിക്കോട്ടെ, ഇവരെല്ലാവരും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചൂണ്ടിയിട്ടുള്ള ശീലമേ ഉള്ളൂ. എനിക്ക് ഇവിടെ വന്ന് ചൂണ്ടിടുമ്പോഴത്തേക്കിന് വേറൊരു എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എന്നെ മിഖായൽ ഞാൻ ജോലിയിലായിരുന്നപ്പോഴത്തേക്കിന് വിളിച്ചായിരുന്നു. ഇവിടെ നമ്മുടെ പളാത്ത് ടെൻറ്റിനകത്ത് വെള്ളം, നമ്മുടെ ഐസ് പൊട്ടും രാത്രിയിൽ. അങ്ങനെ പൊട്ടിയിട്ട് ഇവിടെ വെള്ളം കയറി തുദാ സ്റ്റേറ്റ് സഷ്മോളത്തെ പൊട്ടിയിട്ട് ഫുള്ള് ഇതായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ട് ഇപ്പുറത്തോട്ട് ഇവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം വെള്ളം പൊട്ടി കയറും, ഐസ് പൊട്ടുന്നതാണ് രാത്രി. നല്ല ഭയങ്കര ഇടിവിട്ട് പോലത്തെ ഒച്ച കേൾക്കാം. നിങ്ങളിനി നമ്മൾ ചില വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് നോക്കിയാൽ അതിനകത്ത് ബൂം ബൂം എന്നുള്ള ഒച്ച കേൾക്കാം. ഇനിയിപ്പോൾ ഈ സാധനം സെറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് മാറ്റട്ടെ. ഇതുണ്ടോ വെള്ളം പൊട്ടി കയറിയിട്ടുണ്ടോ? ഇത് പക്ഷേ ഇതുണ്ടോ വെള്ളം വന്നേക്കുന്നുണ്ടോ? ഐസ് പൊട്ടിയിട്ട് ഇവിടെ നന്നായിട്ട് കാണാം, അടി പൊട്ടിയത്. വെള്ളമാണ് ഫുള്ള്, ഐസ് പൊട്ടുന്നതാണ് രാത്രിയിൽ. അതെല്ലാം നമ്മളെടുത്ത് മാറ്റി വെച്ച് ചെയറും നമ്മുടെ ബോറും പിന്നെ നമ്മുടെ തടച്ചുകൊണ്ട് ഫ്ലാഗ്, ഇനി ഫ്ലാഗ് എന്നേ പറയത്തുള്ളൂ കേട്ടോ. തടച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ ഫ്ലാഗ് സാധനമല്ലോ. ഇനി ഇതെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഇനി അപ്പുറത്തോട്ട് എടുത്ത് വെക്കണം. രാത്രി ഇതിപ്പോൾ എത്ര 8 മണിയായി തോന്നുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മുടെ നേരത്തെ പളാത്ക ഇരുന്നത്. ഒരു കുന്ന് പോലുണ്ട് ഇവിടുത്തെ. ഉണ്ട് അവിടെ നമ്മുടെ വേറെ 2 ആൾക്കാരെ പളാത്കയുണ്ട്, കാണാൻ പറ്റത്തില്ലാണ്ട്. അത് എൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്, ചെറുതാണ്. മിഖായലിൻ്റെ എത്ര 2 അടിയോ അങ്ങനെ എനിക്ക് കണക്കറത്തില്ല, 200 സെൻറ്റിമീറ്റർ അങ്ങനെ വേണ്ട പറയുന്നത്.